ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ മഹിളാ കോൺഗ്രസ് സമരം നടത്തുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്ന അധികം പഴക്കമില്ലാത്തൊരു ചിത്രമുണ്ട്. ഒരു സെൽഫി ചിത്രമാണത്. നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ നടൻ ദിലീപിനൊപ്പം ജെബി മേത്തർ എടുത്ത സെൽഫിയായിരുന്നു അത്. കോൺഗ്രസ് ഭരണത്തിലുള്ള ആലുവ നഗരസഭയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ചടങ്ങിലായിരുന്നു ആ വിവാദ സെൽഫി. സഹപ്രവർത്തകയായ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകി പ്രതിയായി ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നടൻ ദിലീപുമൊത്ത് സെൽഫി എടുക്കാൻ ജെബി മേത്തർ എന്ന് തയ്യാറായി. ചടങ്ങിന് ദിലീപിനെ ക്ഷണിച്ചതു മുതൽ ഉയർന്ന വിവാദം സെൽഫിയോടെ കടുത്ത വിമർശനമായി മാറുകയും ചെയ്തു. സ്ത്രീപീഡന കേസിലെ പ്രതിയോടൊത്ത് സെൽഫി എടുത്തതിൽ ദുഃഖമില്ലെന്നായിരുന്നു പിന്നീട് ജെബി മേത്തർ ഇതിനോട് പ്രതികരിച്ചത്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ DGP ഓഫീസ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസും മഹിളാ കോൺഗ്രസും ജെബി മേത്തറും. ഹേമ കമ്മീഷൻ്റെ നിയമനത്തിന് തന്നെ വഴിവെച്ചത് നടിയെ ആക്രമിച്ച സംഭവമായിരുന്നു. അങ്ങനെയെങ്കിൽ കമ്മീഷൻ്റെ നിയമനത്തിനും റിപ്പോർട്ടിനും കാരണക്കാരനായ ദിലീപിനൊപ്പമുള്ള തൻ്റെ സെൽഫിയെക്കുറിച്ചുള്ള ജെബി മേത്തറുടെ നിലപാടാണ് ഇനി അറിയേണ്ടത്. സെൽഫിയെ തള്ളിപ്പറഞ്ഞാൽ നഗരസഭയുടെ ചടങ്ങിന് ദിലീപിനെ ക്ഷണിച്ച കോൺഗ്രസ് നേതൃത്വത്തെ മഹിളാ കോൺഗ്രസ് നേതാക്കൾക്ക് വിമർശിക്കേണ്ടി വരും. പകരം സെൽഫിയെ തുടർന്നും ന്യായീകരിക്കാനാണ് ശ്രമമെങ്കിൽ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെക്കുറിച്ച് മിണ്ടാനുമാവില്ല. പഴയ സെൽഫി സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായതോടെ കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് നേതൃത്വങ്ങളും ഒപ്പം ജെബി മേത്തറും പ്രതിരോധത്തിലായി. നടിയെ ആക്രമിച്ച കേസിലെ പ്രമുഖനെ തുറുങ്കിലടച്ച സർക്കാരിനൊപ്പമോ പ്രതിക്കൊപ്പം സെൽഫി എടുത്തവർക്കൊപ്പമോ എന്നതാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം. പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിയെ പിന്തുണച്ചവർക്ക് സർക്കാർ നടപടികളെ വിമർശിക്കാൻ എന്തധികാരം എന്ന ചോദ്യമാണ് സമൂഹമാധ്യമങ്ങളിൽ ഉയരുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.